ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ 6 വയസ്സുകാരിയുടെ പിതാവിനും മുത്തശ്ശനും കുത്തേറ്റു. ഇരുവരെയും ആക്രമിച്ചത് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ പിതൃ സഹോദരൻ പാൽരാജാണ്. വണ്ടിപ്പെരിയാർ ടൗണിൽ വാക്കുതർക്കത്തിനിടെയാണ് ഇരുവർക്കും കുത്തേറ്റത്. പരിക്കേറ്റ രണ്ടുപേരെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ മാറ്റിയേക്കും. അതിനുവേണ്ടി ഞാനും എൻ്റെ അച്ഛനും കൂടെ സ്കൂട്ടിക്ക് അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് വഴിയാണ് പോകുന്നത്. അതിനങ്ങനെ പോകുമ്പോൾ ഈ അർജുനൻ്റെ ചിറ്റപ്പൻ ബാബു എന്ന് പറഞ്ഞ പാൽരാജ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ കണ്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ വണ്ടി നിർത്തിയിട്ട് എന്നാടാന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് ഇവൻ പാക്കറ്റിൽ നിന്ന് കത്തി പോലത്തെ സാധനം എടുത്തിട്ട് കുത്തു കാണിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുമ്പോഴത്തേന് ഞങ്ങൾ അന്നേരം അറിഞ്ഞില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് കുത്തുന്നത്. അപ്പം ആൾക്കാരൊന്ന് പിടിച്ചു മാറ്റി ഇങ്ങനെ നോക്കുന്ന എല്ലാം ബ്ലഡ് ദേഹത്തെല്ലാം കുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം. ആക്രമണത്തിന് ശേഷം പാൽരാജ് CPIM ഓഫീസിലേക്ക് ഓടിക്കയറിയെന്ന് പെൺകുട്ടിയുടെ പിതാവിന്റെ സഹോദരൻ 24നോട് പറഞ്ഞു. പശ്ചിമല ജംഗ്ഷനിലാണ് ബൈക്കിൽ പോകുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് കടകളൊക്കെ തെരി വിളിച്ചെന്ന് ഇവർ ഇറങ്ങി നിന്നപ്പോൾ ഓടി വന്ന് ചാടി വന്ന് കത്തിയെടുത്ത് ചേട്ടന്റെയും പുറവശവും കാലിലും മറ്റേ അച്ഛന്റെ പുറയിലും കുത്തേറ്റു. കുത്തേറ്റ് കഴിഞ്ഞാൽ നേരെ ആള് ഓടിപ്പോയി നേരെ CPMന്റെ ഓഫീസിലാണ് അപേക്ഷ കേസിന്റെ ഇത് എഴുതാൻ പോയേക്കുന്നത്. കുട്ടിയാണ് അർജുന്റെ ചിറ്റപ്പൻ അപ്പന്റെ അനിയൻ. കാലിന് പരിക്കേറ്റിട്ടുണ്ട്, 2 തുടയിലും പിന്നെ മുതുകിന്റെ പുറവശം ഹൈറ്റിലും ഒരു പോറലായിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഈ പരിക്ക് ഗുരുതരമല്ല എങ്കിലും വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളത് കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അവരെ മാറ്റുമെന്നാണ് നേരത്തെ അറിഞ്ഞത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? മറ്റൊന്ന്, ഈ പ്രതി എവിടെയാണ്? അയാൾ അവിടെ തന്നെയുള്ള ആളാണല്ലോ. അയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? വിജയകുമാർ, ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഉടൻ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇയാൾ അധികം ദൂരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ പോലീസ് കണക്കാക്കുന്നില്ല. പരിസര പ്രദേശങ്ങളിൽ തന്നെ കാണും എന്നുള്ളതാണ് വിലയിരുത്തൽ. പോലീസ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പീരുമേട് പശ്ചിമല ജംഗ്ഷനിലേക്ക് ഈ കുട്ടിയുടെ പിതാവും അതോടൊപ്പം തന്നെ മുത്തച്ഛനും കൂടി ബൈക്കിൽ വരികയായിരുന്നു. അവരൊരു മരണാനന്തര ചടങ്ങിലേക്ക് പോകുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ അർജുന്റെ, അതായത് കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ പിതൃ സഹോദരൻ എത്തുകയും ഇവരെ തടഞ്ഞു നിർത്തി സംസാരിക്കുകയും ചെയ്തു. ഈ സംസാരം പിന്നീട് ഒരു വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. ഈ തർക്കത്തിനിടയിലാണ് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച കുട്ടിയുടെ പിതാവിനെയും മുത്തച്ഛനെയും കുത്തിയത്. കുട്ടിയുടെ പിതാവിന്റെ കാലിനും അതോടൊപ്പം തുടയിലുമാണ് കുത്തേറ്റത്. ഈ മുത്തച്ഛന് തോളിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് പക്ഷേ സാരമുള്ളതല്ല. എന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ നിലനിന്ന് വരുന്നത് ഇത്തരത്തിൽ ഒരു പ്രശ്നം നേരിടുന്ന, പ്രതിസന്ധി നേരിടുന്ന കുടുംബത്തിന് എന്തുകൊണ്ട് സുരക്ഷ ഒരുക്കിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ചോദ്യം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്ര ലാഘവത്തോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ പോലീസ് വളരെ വീഴ്ച വരുത്തിയെന്ന് കോടതിയുടെ ഭാഗത്ത് പോലും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസിന് സംഭവിച്ച വീഴ്ച അക്കമിട്ട് നിർത്തിയിരുന്നു. ആ വീഴ്ചകൾ ഇപ്പോഴും പോലീസ് അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയുള്ളത്, ഈ പാൽരാജ് എന്ന് പറയുന്ന ഈ പ്രതി ഇവരെ ആക്രമിക്കാൻ കരുതിക്കൂട്ടി നടക്കുകയായിരുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം ഇയാൾ ഈ ഒരാളെ ഒരു മനുഷ്യരെ കുത്തിവീഴ്ത്താൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാൾ ഒരു ആയുധം കരുതിയിരുന്നു. ഇവരെ കണ്ടപ്പോൾ പൊടുന്നനെ വന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഈ ബന്ധുവിൻ്റെയും അതുപോലെ തന്നെ ആ പിതാവിൻ്റെയും ഒക്കെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു ഈ കുട്ടിയുടെ ബന്ധുക്കളെ വകവരുത്തുക, അല്ലെ അവരെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന ഈ അർജുൻ്റെ ബന്ധുക്കൾ ഇങ്ങനെ നടക്കുകയാണെന്ന് വേണം കരുതാൻ, അല്ലേ? വിജയകുമാർ, പോലീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണ്. അതല്ല എങ്കിൽ ഒരാൾ പെട്ടെന്ന് എങ്ങനെയാണ് കത്തി ഉപയോഗിച്ച് ഒരാൾ നടക്കുന്നത് എന്തിനാണ് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം പോലീസിന് മുൻപിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു ക്ലാരിറ്റി നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രതിയെ ഉടൻ പിടികൂടാൻ സാധിക്കും. അത്തരം സംശയങ്ങളെല്ലാം അവിടെ ശക്തമായി തന്നെ ഉണ്ട്. ഏത് പശ്ചാത്തലത്തിലാണ് ഇയാൾ ഇവരെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണോ വന്നത്, അതല്ലെങ്കിൽ തർക്കത്തിനിടയിൽ പ്രകോപിതനായി പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമാണോ എന്നുള്ളത് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതിയെ ഉടൻ പിടികൂടിയാൽ മാത്രമാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഈ കുത്തേറ്റ കുട്ടിയുടെ പിതാവ് പറയുന്നത് ഇരുവരും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ്. ഈ സംസാരിച്ച കാര്യം
ഈ അർജുനും അതോടൊപ്പം തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് സംസാരിച്ചത്. അതിൽ പ്രകോപിതനായാണ് ഈ ആക്രമണം ഉണ്ടായതെന്നും ഈ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത തീരുമാനമാണോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതുകൊണ്ടാണോ കത്തി ഉൾപ്പെടെ കരുതി ഇവർ പോകുന്ന വഴിയിൽ കൃത്യമായി എത്തി ആ കത്തി ഉപയോഗിച്ച് കുത്തിയത് എന്നുള്ളതാണ് നിലവിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം. വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടിയുടെ പിതാവിന്റെയും മുത്തച്ഛന്റെയും ആരോഗ്യനില സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല. ഇവർക്ക് വിദഗ്ധ ചികിത്സ, അതായത് കുത്തുകളൊന്നും സാരമല്ല, എന്നാൽ ഒരു വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ നടപടി ഉണ്ടാകുക. കഴിഞ്ഞ ദിവസമാണ് കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെ കണ്ട് സുരക്ഷയും അതോടൊപ്പം തന്നെ തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനുഭവപൂർവ്വമായ നടപടി ഉണ്ടാകും എന്ന് ഉറപ്പ് ലഭിച്ചുവെന്ന് കുടുംബം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഹൈക്കോടതി ആ കേസ് ഫയൽ സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഈ കേസ് വീണ്ടും സജീവമായി വരുന്നു എന്നൊരു ഘട്ടത്തിലാണ് ഈ കുടുംബത്തിന് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. അത് തന്നെയാണ് ഇതിലുള്ള ആസൂത്രണമുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു സംശയം നിലനിൽക്കുന്നത്. കാരണം ഈ കുടുംബം മാത്രമാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്കുള്ള പോരാട്ടം നടത്തുന്നത്. അങ്ങനെ ഈ കുടുംബത്തെ വകവരുത്തി കഴിഞ്ഞാൽ ഈ പോരാട്ടം നിലയ്ക്കും ഏതെങ്കിലും തരത്തിൽ ഈ കുത്തിയ പാൽരാജ് കരുതിയിട്ടുണ്ടോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമായി അവിടെ നിലനിൽക്കുന്നത്. അതെല്ലാം കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം. ശരി വിഷ്ണു, എന്തായാലും ആ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അയാളുടെ പേര് പാൽരാജ് എന്നാണ്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. പരിക്കേറ്റ കുത്തേറ്റ രണ്ടുപേരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. പക്ഷേ അവരെ ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ഉച്ചയ്ക്ക് ശേഷം കൊണ്ടുപോകും. ഈ പാൽരാജ് കുത്തിയതിനു ശേഷം CPM ഓഫീസിലേക്ക് ഓടിക്കയറിയെന്ന് ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ, അതായത് കുത്തേറ്റയാളുടെ സഹോദരൻ അല്പസമയം 24 പ്രതികരിക്കുകയും ചെയ്തു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റും. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പ്രതിഷേധിക്കുന്നവർ സർക്കാരിന്റെ ആളുകളാകുമ്പോൾ പോലീസ് നടത്തുന്നത് നാടകമാണെന്നും ഗവർണർ വിമർശിച്ചു. Constitutional duty is there. Why this question should be asked? There is no doubt about that. I will do it. Democracy, everybody has a right if they feel what they were doing that day. They were damaging my car. They were hitting the car from all sides. Then I will get down from the car. I am not concerned with that. I do not decide about the route. The police is under their administrative control. The people who are organizing the protest, they belong to them. So this is a drama which is being staged by them. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ജയശങ്കർ, ഇത് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ അറിയിക്കുന്നു. സ്വാഭാവികമായും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ പരാമർശങ്ങളും രൂക്ഷ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും. കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യം, അസാധാരണ സാഹചര്യം വരെ നാട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതായിരിക്കും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അത് മുഴുവൻ ഗവർണർ വായിക്കും എന്ന് തന്നെ കരുതാം, അല്ലേ? അതായത് ഗവർണർ നിലവിൽ പറയുന്നത് തന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നാം നിറവേറ്റുമെന്നാണ് ഉറച്ചു പറയുന്നത്. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അത് തന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്ന് ഗവർണർ ഇന്ന് നമ്മോട് പറഞ്ഞു. ഒപ്പം ഗവർണർ ഈ വിഷയത്തിൽ ഇതിലൂടെ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളും ഗവർണർ കരുതുന്നുണ്ട്. കാരണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ ഇല്ലെങ്കിൽ ഗവർണർക്ക് വ്യക്തിപരമായി വിയോജിപ്പുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിയമസഭയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം ഗവർണർ നടത്തും. അത്തരത്തിൽ നടത്തുമ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്നാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഒപ്പം താൻ ഭരണഘടനാപരമായ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും കഴിയും. അതുകൊണ്ട് തന്നെ ഗവർണർ സർക്കാർ എന്തെഴുതിയാലും അത് വായിക്കാൻ താൻ തയ്യാറാകുന്ന തലത്തിൽ നിയമസഭയിലെത്തും. അതിനുശേഷം അതിരൂക്ഷമായ ഏതെങ്കിലും തരത്തിൽ പരാമർശം ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സാഹചര്യം അനുസരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണത്തിനാണ് ഗവർണർ ആലോചിക്കുന്നത്. എന്തായാലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ തന്നെയാണ് ഗവർണറുടെ തീരുമാനം. ഇക്കാര്യത്തിൽ ഗവർണർ പിന്നോട്ട് പോവില്ല. ഒപ്പം പ്രതിഷേധങ്ങളെയും ഗവർണർ ഒരു തരത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാടകം കളിക്കുകയാണ് പോലീസും സർക്കാരും എന്നാണ് ഗവർണറുടെ മറ്റൊരു വിമർശനം. കാരണം പ്രതിഷേധക്കാരും ഒപ്പം പോലീസും എല്ലാം സർക്കാരിന്റെ ആളുകളാണ്. റൂട്ട് മാറ്റുന്നത് പോലീസിന്റെ താല്പര്യം അനുസരിച്ച്. പിന്നെ എന്തിനാണ് ഈ നാടകം എന്നാണ് ഗവർണർ ചോദിക്കുന്നത്. അത്തരത്തിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു. ഒപ്പം ഭരണഘടനാപരമായ ബാധ്യതകൾ താൻ നിർവഹിക്കാൻ തയ്യാറാണെന്ന് ഗവർണർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങാൻ തന്നെയാണ്. അന്ന് ഗവർണറുടെ നീക്കം എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.
സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണെങ്കിലും നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിച്ചത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റും, അത് വായിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണെന്നാണ് ഗവർണർ സൂചിപ്പിച്ചത്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഈ മാസം 9-ന് ഇടുക്കിയിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് രാജ്ഭവൻ മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം ഗവർണറെ തൊടുപുഴയിലേക്ക് ക്ഷണിച്ച വ്യാപാരി വ്യവസായി നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഗവർണർക്കെതിരെ മോശം വാക്കുകളുമായി MM മണി MLA പ്രസംഗവും പുറത്തു വന്നു. ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവയ്ക്കാത്തതിനെതിരെയാണ് അധിക്ഷേപ പരാമർശങ്ങൾ. ഇതിനെപ്പറ്റി ബഹുമാനരായ കച്ചവടക്കാരെന്ന സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് വഴക്കുള്ളതെന്നൊന്നും പറയല്ല, ഇത് ശരിയല്ല. ഈ നാടിനെ പേറാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമുള്ളതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഭൂപരിഷ്കരണ നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാണ്, നിയമസഭ പാസാക്കിയതാണ്. അത് ഗവർണർ ഒപ്പിടണം. ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിവാരി തേക്കുന്ന 4-ാം തരത്തിലെ 5-ാം തരം പണി ഒരുമാതിരി പിറപ്പ് പണിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് നിസ്സാര കാര്യമല്ല, മര്യാദകേടാണ്. അയാൾ ആരാന്നാ പറയുന്നത്? ഉത്തരേന്ത്യയിൽ കിടക്കുന്ന ഒരുത്തൻ ഗവർണർ പദവി പട്ടം ചാടി കൊടുത്തു, വിവരമില്ലാത്തവന്. ഇവിടെ വന്നിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക. ഇതേ വിഷ്ണു സുരേഷ് ഒരിക്കൽ കൂടി ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. വിഷ്ണു, ഇത് MM മണി അധിക്ഷേപ പരാമർശങ്ങൾ ഉന്നയിച്ച് ഒരു മുന്നറിയിപ്പൊക്കെ വ്യാപാരി വ്യവസായികൾക്ക് നൽകിയെങ്കിലും അവരാ പരിപാടിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണറെ പങ്കെടുപ്പിച്ച പരിപാടി നടത്തുമെന്ന് അറിയിക്കുന്നു. അപ്പോഴിതാ LDFന്റെ ഹർത്താൽ ആഹ്വാനം, രാജ്ഭവൻ മാർച്ച്, ഇതൊക്കെ നടക്കുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും മാറ്റം ഈ നടപടിയിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാമോ? വിജയകുമാർ, ഇരുഭാഗങ്ങളും നിലവിൽ മാറ്റങ്ങൾക്ക് തയ്യാറല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗവർണർ തൊടുപുഴയിലേക്ക് എത്തുന്നത്. 3 മാസം മുമ്പ് തീരുമാനിച്ച പരിപാടിയാണ്, അതുകൊണ്ട് മാറ്റാൻ നിലവിൽ നിർവാഹമില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഭൂഭേദഗതി ബില്ല് ഇടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. ഒരുപാട് പ്രതിഷേധങ്ങളും ഹർത്താലുകളും കണ്ടതാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇതിന് പിന്നാലെയാണ് നിയമസഭ ഈ ബില്ല് പാസ്സാക്കിയത്. പക്ഷേ ആ ബില്ലിൽ ഒപ്പിടാൻ ഇതുവരെ ഗവർണർ തയ്യാറായിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് വരുന്ന 9-ാം തീയതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നത്. അന്നേ ദിവസം തന്നെ ഇടുക്കിയിലേക്ക് ഗവർണറെ വിളിച്ചു വരുത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട് അത് ഇടുക്കി ജനതയോടുള്ള വഞ്ചനയാണ് എന്നുള്ളതാണ് LDFന്റെ ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഗവർണർ ജില്ലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊടുപുഴയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കടുത്ത പ്രതിഷേധം നേരിടേണ്ടി വരും. കരിങ്കൊടി ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് നിലവിൽ LDF ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇരു വിഭാഗങ്ങളും നിലവിൽ അയഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഗവർണർക്ക് നേരെ പട്ടത്ത് കരിങ്കൊടി പ്രതിഷേധം. SFI ജില്ലാ സെക്രട്ടറി ആദർശ് അടക്കമുള്ള SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വി ജയശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഒരു പരിപാടിയിൽ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് SFI പിന്മാറുകയാണോ എന്നൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് തുടരും എന്നാണോ ഇന്നത്തെ ഈ പ്രതിഷേധം വ്യക്തമാക്കുന്നത്? അതായത് SFI ഈ പ്രതിഷേധങ്ങൾ തുടരാൻ തന്നെയാണ് അവരുടെ ഒരു തീരുമാനം. കാരണം ഗവർണർ എല്ലാ ഇടങ്ങളിലും തടയേണ്ട എന്നൊരു തീരുമാനവും SFI എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ പ്രതിഷേധം തുടരുന്നു എന്ന് കൃത്യമായ സന്ദേശം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് പട്ടത്ത് ഇന്ന് അത്തരത്തിലൊരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം SFIയുടെ ജില്ലാ സെക്രട്ടറി ആദർശിന്റെ നേതൃത്വത്തിൽ 10ഓളം അടങ്ങുന്ന പ്രവർത്തകരെ അധികം വരുന്ന പ്രവർത്തകരാണ് ക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ പട്ടം ജംഗ്ഷനിൽ എത്തിയത്. പക്ഷേ പോലീസ് ഇത് മുൻകൂട്ടി കണ്ട പതിവിൽ നിന്ന് വ്യത്യസ്തമായി നേരത്തെ തന്നെ പ്രവർത്തകരെ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഗവർണറുടെ വാഹനം കടന്നു പോകുന്ന വീതിയിൽ യാതൊരു പ്രതിഷേധ പ്രവർത്തനവും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ഇടപെട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ SFI കൃത്യമായി പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും. 10ഓളം വരുന്ന SFI പ്രവർത്തകരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പോലീസിനെതിരെ പ്രവർത്തകരും പോലീസും ചെറിയ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ചെറിയ ഉന്തും തള്ളും എല്ലാം ഉണ്ടായി. പ്രതിഷേധം തുടരും. തങ്ങൾ ഇങ്ങനെ ശരി ജയശങ്കർ, SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആദർശ് അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം തുടരുമെന്നാണ് SFI നേതൃത്വം അറിയിച്ചത്. വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തേക്കിൻകാട് മൈതാനിയിലെ സംഘർഷത്തിൽ
BJP ജില്ലാ അധ്യക്ഷനെ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. ധൈര്യമുണ്ടെങ്കിൽ തന്റെ ശരീരത്തിൽ ചാണകവെള്ളം തളിക്കണമെന്നാണ് വെല്ലുവിളി. തൃശൂരിൽ BJP ബോധപൂർവം വർഗീയ സംഘർഷത്തിന് ശ്രമിക്കുകയാണ്. RSSന്റെയും BJPയുടെയും ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുമെന്നും TN പ്രതാപൻ പറഞ്ഞു. കടലിന് തിരമാലകളെ നീന്തി ഈ കടക്കാൻ ആർജവത്വം ഉള്ള ആളാണ്. എന്നിട്ട് വേണ്ടേ BJPയിലെ ഈ എന്നെ ചാണകവെള്ളം തെളിക്കാൻ വേണ്ടി വരുന്നത്? തൃശ്ശൂരിൽ BJP ബോധപൂർവമായ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് പരിപാടി പരാജയമായി. പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ചോ കേരളത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞില്ല. പിന്നെ ഇവിടെ പിന്നെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആരെയും പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്തില്ല. BJP നേതൃത്വം ഭയങ്കര നിരാശയെ. തൃശ്ശൂരിൽ ഞങ്ങളും BJPയും നേർക്ക് നേരാ. ഞങ്ങൾ BJP വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷത്തേറ്റല്ല ഞങ്ങളുടെ വെല്ലുവിളി. ഞങ്ങൾ BJPയെ വെല്ലുവിളിക്കുകയാണ്, RSSനെ വെല്ലുവിളിക്കുകയാണ്. കോൺഗ്രസുമായി ഏതർത്ഥത്തിൽ വേണമെങ്കിലും ഏറ്റുമുട്ടാൻ തയ്യാറാണെങ്കിൽ വാ, ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. തൃശൂരിൽ മത്സരം BJPയും കോൺഗ്രസും തമ്മിലെന്ന TN പ്രതാപൻ MPയുടെ പരാമർശത്തിന് മറുപടിയുമായി മന്ത്രി K രാജൻ. ഫീൽഡിൽ പോകുന്നതിന്റെ കുറവാണ് പരാമർശത്തിന് പിന്നിലെന്നാണ് പരിഹാസം. BJPയെ സഹായിക്കാൻ ഇറങ്ങുന്നത് ശരിയല്ല. തൃശൂരിൽ ഇടതുമുന്നണി വിജയിക്കുമെന്നും മന്ത്രി K രാജൻ പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ പോയ അനുഭവമില്ലാത്തതിൻ്റെ പേരിലാണെന്ന് ഞാൻ പേടിക്കുന്നു. കാരണം ഫീൽഡിൽ പോയാൽ മനസ്സിലാകും എന്താണ് യഥാർത്ഥ കാര്യമെന്ന്. എൻ്റെ പ്രധാനപ്പെട്ട പേടി കോൺഗ്രസ് ഇങ്ങനെ BJPയെ സഹായിച്ച് എത്ര കാലം മുന്നോട്ട് പോകും. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ വെല്ലുവിളിയും പരസ്പരമുള്ള ആരോപണങ്ങളും മാറ്റി നിർത്തിയാൽ ഈ മത്സരം BJPയും കോൺഗ്രസും തമ്മിലാണ് എന്ന TN പ്രതാപന്റെ പ്രസ്താവന അത് വലിയ തോതിൽ ചർച്ചയാകാൻ സാധ്യതയുണ്ടല്ലോ. അതിൽ ഇപ്പോൾ CPI നേതൃത്വത്തിന്റെ പ്രതികരണവും വന്നല്ലോ. ഈ തൃശ്ശൂരിലെ മുഖ്യ ശത്രു ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ മുറുകുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ TN പ്രതാപൻ പറയുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ് തൃശ്ശൂരിൽ പ്രധാനമായും മത്സരം നടക്കുന്നത് എന്നുള്ളതാണ് TN പ്രതാപൻ പറയുന്നത്. അതോടൊപ്പം തന്നെ BJP വർഗീയ സംഘർഷത്തിന് ശ്രമിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യ ശത്രു തൃശ്ശൂരിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് BJP ആണ് എന്ന കാര്യം TN പ്രതാപൻ MP പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതേ സമയത്ത് K രാജൻ അതിനെതിരെ മറുപടിയുമായി രംഗത്തെത്തി. അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് മുഖ്യ ശത്രു ഒരിക്കലും ഈ BJP അല്ല, തൃശ്ശൂരിനെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസും അതുപോലെ തന്നെ LDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. LDFിന്റെ കൃത്യമായ സ്ഥാനാർത്ഥി ഈ രംഗത്തേക്ക് വരും. ഇത് കൃത്യമായ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, അതായത് ഫീൽഡിൽ പോയി വർക്ക് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ് ഇതിൽ TN പ്രതാപൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഈ തർക്കങ്ങൾ മുറുകുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ആരായിരിക്കും മുഖ്യ ശത്രു എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് നിലവിൽ ജില്ലയിൽ തുടരുന്ന. വിജയകുമാർ. സൂരജ്, ഇതിൽ ഈ ഇന്നലെ BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് ആ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിരുന്നുവല്ലോ. അതിലെന്തെങ്കിലും തുടർ നടപടിയുണ്ടോ? ഈ TN പ്രതാപന്റെ ഈ വിശദീകരണത്തിൽ എന്തെങ്കിലും മറുപടി BJP നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് TN പ്രതാപന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുപടി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ TN പ്രതാപന്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു തന്റെ STPI ബന്ധം തെളിയിക്കാൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് B ഗോപാലകൃഷ്ണൻ ഇന്നലെ ഇദ്ദേഹം ഈ ചില STPI പരിപാടികളിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് BJP ഒരു വർഗീയ സംഘർഷത്തിന് ശ്രമിക്കുകയാണ്. തനിക്ക് പലപ്പോഴും ഇത്തരം പരിപാടികളിലെല്ലാം പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരുമായി തനിക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അദ്ദേഹം സൂരജ്, എന്തായാലും തൃശ്ശൂരിലെ മുഖ്യ ശത്രു ആര് എന്നതിനെ ചൊല്ലിയുള്ള പുതിയ ചർച്ചകളും തർക്കങ്ങളുമാണ് തെക്കിൻകാട് മൈതാനിയിലെ സംഘർഷത്തിന് ശേഷം തൃശ്ശൂരിൽ നിന്ന് കേൾക്കുന്നതും കാണുന്നതും. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.